ചിരിക്കണ്ട, ഞാൻ വീണതല്ല, ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ്. അപ്പോൾ അടുത്തൊരു നമ്മളെ ഫാമിംഗ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെ നമ്മളെ വിത്തും കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ചാക്കിനകത്തൊരു വിത്തുണ്ട് കേട്ടോ, ഇതിനകത്തുണ്ട്, അവിടെ ഒരു ചാക്കിലുണ്ട്. പിന്നെ കുറച്ച് എല്ലുപൊടിയുണ്ട്, പെട്ടെന്ന് ചെയ്യണം, മഴയാണ്. കുറച്ച് എല്ലുപൊടിയുണ്ട്, ഓരോ കുഴിയിലായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. വീഡിയോ കുറച്ച് വോയിസിൻ്റെ വിഷയം വരും, എല്ലാവരും ക്ഷമിക്കുക. കാരണം മഴയാണ്, മൈക്ക് കുത്താൻ പറ്റൂല. ഓരോ പിടി എല്ലുപൊടിയും ഇട്ട് കൊടുത്താൽ ഗൈസ്. അപ്പോൾ ഇന്നലെ ട്രിവാൻഡ്രത്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ് തെങ്ങിൻ തൈ 100 രൂപയാണ് കേട്ടോ. 100 സോറി, മാറിപ്പോയി, 50 രൂപയാണ് ഒരെണ്ണം. ഇത് TNTD തെങ്ങാണ്. നല്ല പൊക്കം വയ്ക്കില്ല, ഒരു മീഡിയം മിഡ് റേഞ്ചിൽ പൊക്കം വയ്ക്കുന്ന ഐറ്റമാണ്. പിന്നെ കുറച്ച് ടിഷ്യൂ കൾച്ചർ വാഴ വാങ്ങിച്ചു കേട്ടോ. ഇത് ഏത്തനാണ് കേട്ടോ. ഇതിൽ 1-2 എണ്ണം നമ്മൾ ആ കപ്പ ചെയ്യുന്നു. കപ്പ ഇത് കപ്പയാണ് കേട്ടോ. ഇത് കപ്പ വാഴയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെ ഗംഗാമൗണ്ടാണ്. ഗംഗാമൗണ്ട തെങ്ങാണ്. സൂപ്പർ സാധനം എന്നൊക്കെ പറയണേ. കുറേ അന്വേഷിച്ച് കിട്ടിയില്ല, അവസാനം ഒപ്പിച്ച് കേട്ടോ. 2 വാങ്ങിച്ചു, അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഇത് ഒരെണ്ണം 300 രൂപയാണ് കേട്ടോ. സോറി, 300 രൂപ അല്ലേ, 250 രൂപയാണ്. ഇത് ഇപ്പം നമ്മളെ പാളയംകൊണ്ട കന്നാണ്. അതിൽ അവിടെ മിച്ചം വന്ന് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ താഴെ അടുത്ത് ഡോളോമെറ്റ് ഇടാൻ പോകണം കേട്ടോ. ഇത് VSVKയിലെ ഡോളോമെറ്റാണ്. ഇത് 2 കിലോയാണ്. 2 കിലോ 35 രൂപയാണ് കേട്ടോ. ഇതും കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഡോളോമെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡോളോമെറ്റ് ഇട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ വാഴക്കന്ന് നടാൻ പോവുകയാണ്. വാഴക്കന്ന് അതിനകത്ത് കുറച്ചുണ്ട്, ഇതിനകത്തുണ്ട് കേട്ടോ. നമുക്ക് തട്ടി നോക്കാം. ഇന്നലെ കൊണ്ടുവച്ചേന്ന്, നല്ല സമയം കിട്ടിയില്ല എടുത്ത് വയ്ക്കാനേ. നല്ല വെയിറ്റ് ഉണ്ട്. തട്ടാം. ഇത് രസകരമല്ലാണ് കേട്ടോ, രസകര വാഴയാണ്. ഇത് പാളയം തുടങ്ങണം. പാളയം കൂടൻ. ഇത് പാളയം കൂടെ. ഇത് അത് ഒരെണ്ണം വെള്ളപ്പാളയം കൂടെ ഉണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് നടാം, പെട്ടെന്ന് പരിപാടിയെല്ലാം തീക്കാം. ഇത് പാളയം കൂടെ നല്ല തോന്നും. ഓക്കെ, അല്ല ഒന്ന് അടുത്ത് 2 അവിടെ, 2 ഇവിടെ, 2 ഒരു കൈയേ ഉള്ളൂ, അതാണ്. ഒന്ന് ക്യാമറ പിടിക്കണോണ്ടേ. 2 3 അവിടെ വേണ്ട, ഇവിടെ വേണം. 3 പോയി, പോയി 4 5 5 കൊണ്ടുപോകാം. 5 എവിടെ? 5 ഇവിടെ വെച്ച് 5 ഇവിടെ. ഗൈസ്, അപ്പോൾ കംപ്ലീറ്റ് നട്ടിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, ഈ രീതിയിലാണ് നമ്മൾ വെള്ളം പെട്ടെന്ന് കെട്ടി അഴുകി പോകാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്നത്. കുറച്ചുകൂടെ ഒരു ഇത് ചെയ്യും കേട്ടോ. പിന്നെ അടുത്ത് ചോറ് കഴിക്കണം. ചോറ് കഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട്.
ഓക്കെ, അപ്പോൾ പിന്നീട് കാണാം. ഗൈസ്, കുറച്ച് വളങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഇത് ഡോളമെറ്റാണ് കേട്ടോ, PFCKയിലെ ഡോളമെറ്റാണ്. ഇത് നമ്മളെ എല്ലുപൊടി എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് സൂഡോമോണസ് എന്ന് പറയും. സൂഡോമോണസ് ഇത് സമ്പൂർണ്ണ ജൈവ കുമിൾനാശിനിയാണ് ഈ സാധനം. ഇത് ജൈവ ബയോ ഫെർട്ടിലൈസറാണ് ഈ സാധനം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. ഞാൻ വീണതല്ല, ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. ഗൈസ്, ഇതിൽ ചരക്ക് അടിച്ചിട്ട് വീണു. എൻ്റെ പൊന്നെ മൂട് പിടിച്ച്. ഇവിടെ കുറച്ച് പഴയ വാഴയിൽ ഇത് കിടന്നു കേട്ടോ. ചാർക്ക് ഉടക്കൂണ്, ചെറുതായിട്ട് കാല് ഉടക്കൂണല്ലോ എൻ്റെ മോനെ. ഗൈസ്, അപ്പം ഇവിടെ വെട്ടിക്കൊണ്ട് നിന്നപ്പോൾ ഒരു തേലിനെ കണ്ടു കേട്ടോ. അപ്പോൾ അവൾ കടിച്ചു പറിച്ച് തിന്നെയാണ്. കിട്ടി. ആ മക്കളെ ഇല്ലേ, ഞാൻ എടുത്തോണ്ട് പോകൂല. രുചി വേണ്ട. രുചി വേണ്ട മക്കളെ. ഗൈസ്, അപ്പോൾ ഉച്ച ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ 12:45 കണ്ടായി കേട്ടോ. അപ്പോൾ ഫുള്ള് നമ്മൾ വാഴയൊക്കെ നട്ടിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കളഞ്ഞു സെറ്റ് ചെയ്തു. ഈ ഐറ്റം എന്ന് പറയുന്നത് രസകഥലാണ് കേട്ടോ. നമ്മളെ ഞാലിപ്പൂവല്ലേ, അതാണ് ഈ സാധനം. ഗൈസ്, അപ്പോൾ നമ്മളെ പണി ഏകദേശം കഴിയാറായി. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട്. ഇത് ഗംഗാ ബോണ്ടമാണ് കേട്ടോ. ഗംഗാ ബോണ്ട് 2.5-3 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് പറയണത്. കറക്റ്റ് വളമിട്ട് കഴിഞ്ഞാൽ 2.5-3 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് പറയണത്. ഞാൻ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറണം. അപ്പോൾ ഒന്നും കൂടെ ഉണ്ട്, ദാണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ താഴോട്ട് നടയും. ഇതാണ് രണ്ടാമത്തത്. ഇത് 250 രൂപയാണ് കേട്ടോ. ഇത് രണ്ടാമത്തേന്. ഇതിവിടെ നടും, ഈ ഒരു ഭാഗത്ത് നടും. അത് ഇടാൻ വേണ്ടി കുറച്ച് എല്ലുപൊടിയും ഡോളമെറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നട്ടിട്ട് കാണാം കേട്ടോ. നമ്മൾ പണിയൊക്കെ ഏകദേശം തീരാറായി. ഇപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, കവർ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മൊത്തം ചകിരിച്ചോറാണ്, ഉള്ളിലോട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ക്ലാരിറ്റിയിലെ വിഷയം വരും. സമയം ഇപ്പം 7 മണിയാവും പോവുകയാണ് കേട്ടോ. കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞിട്ട് കാണാം. ഇത്രയേ ഉള്ളൂ, മണ്ണും കൂടെ നീക്കിയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് കുളിക്കട്ടെ കേട്ടോ. കുളിച്ചൊന്ന് ഫ്രഷ് ആവട്ടെ. ആ പട ചെളിയായി നോക്കിയാണ് ഉണ്ടല്ലോ. കുളിച്ചിട്ട് നേരെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.